സംഗീതത്തിനു വേണ്ടി മാത്രം പിറന്നതാണ് സുജാത മോഹൻ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തെറ്റില്ല. ജന്മനാ സംഗീതവാസനയുമായിട്ടായിരുന്നു സുജാത ജനിച്ചത്. 8-ാം വയസ്സിലാണ് കലാഭവനിൽ ചേർന്ന് ശ്രദ്ധ നേടിത്തുടങ്ങിയത്. 12-ാം വയസ്സ് മുതൽ സിനിമാ പിന്നണി ഗാനലോകത്തിലേക്ക് വന്ന സുജാത ഇതുവരെ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലുമായി പാടിയ പാട്ടുകൾക്ക് എണ്ണമില്ല. 2000-ലധികം സ്റ്റേജുകളിൽ യേശുദാസിനോടൊപ്പം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് സുജാതയ്ക്ക് 62-ാം ജന്മദിനം. സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും ഇന്നും സുജാതയ്ക്ക് 26-ൻ്റെ ചെറുപ്പമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി.കെ. നാരായണപിള്ളയുടെ കൊച്ചുമകളാണ് സുജാത. 2-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട സുജാതയുടെ മുഖത്ത് എന്നും സന്തോഷം നിലനിർത്തിയത് സംഗീതമാണ്. 75-ൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിന് പിന്നണിയിൽ പാടിക്കൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. അന്ന് സുജാതയ്ക്ക് 12 വയസ്സായിരുന്നു. മറ്റു ഭാഷകളിൽ പാടിയിട്ടുണ്ടെങ്കിലും സുജാത കൂടുതലും ശ്രദ്ധ നേടിയത് മലയാളത്തിലും തമിഴിലും തന്നെയാണ്. 3 തവണ കേരള സംസ്ഥാന സർക്കാരിൻ്റെയും 3 തവണ തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെയും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ സുജാതയ്ക്ക് 15ഓളം കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സുജാത തൻ്റെ 62-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ താരം പിന്നണി ഗാനലോകത്ത് 50 വർഷം പൂർത്തിയാക്കുന്നുവെന്ന സന്തോഷവുമുണ്ട്. യേശുദാസിൻ്റെ സംഗീത കച്ചേരിയിൽ വെച്ചാണ് മോഹൻ ആദ്യമായി സുജാതയെ കാണുന്നത്. അന്ന് സുജാതയ്ക്ക് 9 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സുജാത ആദ്യമായി യേശുദാസിനോടൊപ്പം പാടിയ പാട്ടിൻ്റെ ചടങ്ങിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. പിന്നീട് പ്രണയമൊന്നുമായിരുന്നില്ല. യേശുദാസ് മുൻകൈയെടുത്ത് നടത്തിയ വിവാഹം. ചോദിച്ചാൽ തൻ്റെ ഉള്ളിൽ ഒരിഷ്ടമുണ്ടായിരുന്നുവെന്ന് മോഹൻ പറയുന്നു. 18-ാം വയസ്സിലായിരുന്നു സുജാതയുടെ വിവാഹം. അതിനുശേഷം സുജാത മോഹൻ എന്ന പേര് സംഗീത ലോകത്ത് പരിചിതമായി. ശ്വേത മോഹനാണ് സുജാതയുടെ ഏകമകൾ. അമ്മയുടെ പാരമ്പര്യം പിന്തുടർന്ന മകളും സംഗീത ലോകത്ത് തൻ്റെ ഇടം കണ്ടെത്തി. ഈ 2 ഗായികമാർക്കും അത്രയേറെ പിൻബലം നൽകിയ പേരാണ് അവരുടെ പേരിനൊപ്പം ചേർത്തുവെച്ച മോഹൻ.